ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ തനിമോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളും പിന്നെ ഒരു കുഞ്ഞു നോമ്പ് തുറയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയത്. ഇത്താത്തയും കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു. താത്ത ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇതാ അവൾ ചിക്കനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കറികളൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച പരിപാടിയിലാണ്. ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വലിയ ഫംഗ്ഷനൊന്നുമല്ല, ചെറിയൊരു നോമ്പ് തുറ കൂടെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഇതും നമ്മൾ പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ മുജിക്കാൻ്റെ ഫാമിലിയുമാണ് നോമ്പ് തുറക്കായിട്ട് വരുന്നത്. അങ്ങനെ ഇതാ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉസ്താദിന് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നൂൽപുട്ട്, അതുപോലെ പത്തിരി, പിന്നെ ബിരിയാണിയും, പിന്നെ ഇതാ ചിക്കൻ കറിയും ബീഫ് കറിയും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എണ്ണക്കടിയും ജ്യൂസും ഇതൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇതാ ചിക്കനിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മല്ലിയില കൂടി ആക്കിയെടുത്തു. ഇനി ഇതാ ഒന്ന് തിളച്ചതിന് ശേഷം കറി ഒന്ന് താളിച്ചെടുക്കണം. ഇപ്പോൾ 2 കറിയും ഒപ്പം താളിച്ചെടുക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഇതാ ചീനച്ചട്ടിയിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഉലുവയൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ 2 കറിയും താളിച്ചെടുക്കുകയാണ്. അങ്ങനെ അടുക്കളയിലെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഫാമിലി എല്ലാവരും വരുന്നത്. അനിയത്തിയും ഉമ്മയും അനിയനും എല്ലാവരും കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് അവർ കയറി വന്നത്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അനിയത്തി ഒറ്റയ്ക്കാണ് വന്നത്. അവൾ ക്ലാസ് കഴിഞ്ഞതും നേരെ അവിടെ നിന്ന് ബസ് കയറുകയാണ് ചെയ്തത്. പിന്നെ ഉമ്മയും അനിയനും കൂടി വണ്ടിയിൽ വരികയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തൊന്ന് ഇടുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാനോ ഒന്നിനുള്ള ടൈം കിട്ടില്ല, നമ്മൾ പണിത്തിരക്കിലായി പോകും. അതുകൊണ്ടാണ് അവരൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ എല്ലാ പണികളും ഒന്ന് കഴിച്ച് വെക്കുക എന്ന് കരുതിയത്. പിന്നെ എൻ്റെ താത്ത വന്നതുകൊണ്ട് അധിക പണികളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല ആക്കായിരുന്നു അവളുള്ളത് കൊണ്ട് തന്നെ. അവളും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തി വന്നപ്പോൾ അവളോട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാത്തോനും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്തശ്ശിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കുകയാണ് എന്തായി എന്നുള്ളത്. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബിരിയാണി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് തട്ടി കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വേണം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വരില്ല. ഇതുപോലെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവരിതാ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കേക്ക് കുറച്ച് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ മുജിക്ക വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തു, എല്ലാവർക്കും ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തനിമോൾക്ക് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അവളുടെ ഷൂസും അതുപോലെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കാര്യമായിട്ടൊന്നും അവൾക്ക് പർച്ചേസ് ചെയ്തിട്ടോ ഒന്നും തന്നെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒന്നും തന്നെ എടുക്കാതെ ഇരുന്നത്. പിന്നെ തനിമോളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഗിഫ്റ്റ് കൈമാറാണ്.
ഇത് താത്താൻ്റെ 2 കുട്ടികളാണ്. അവർ രണ്ടുപേരും എന്താ തനിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. തനിമോൾ എന്തായാലും നല്ല ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2 പേർക്കും അവൾ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് അവൾ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. അവൾക്ക് ഇത് കണ്ട സമയത്ത് അത് അപ്പം തന്നെ ഇടണം എന്നൊക്കെയായിരുന്നു. പക്ഷേ അവൾ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കൊളാക്കും എന്നുള്ളതുകൊണ്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അടുത്തതാണ്, അതും അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ തനിമോളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.